സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചതാര്? ജെ.സി. ബോസ്. സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചതാര്? ജെ.സി. ബോസ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ആസാം. ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ആസാം. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ 498 റൺസ് എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഇംഗ്ലണ്ട്. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 498 റൺസ് എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഇംഗ്ലണ്ട്. നിലവിൽ ഗൂഗിൾ സിഇഒ ആയ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചെ. നിലവിൽ ഗൂഗിൾ സിഇഒ ആയ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചെ. തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ്. തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ്. നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാധവ് ഗാഡ്ഗിൽ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഉത്തരായന രേഖ. 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യൻ നഗരമായ ഭിലായ് ഏത് വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ്? ഇരുമ്പുരുക്ക്. ഇന്ത്യൻ നഗരമായ ഭിലായ് ഏത് വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ്? ഇരുമ്പുരുക്ക്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ എം.എ. യൂസഫ് അലി. കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ എം.എ. യൂസഫ് അലി. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ്. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപിൽ. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം DRDO. ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം DRDO. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദ്. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദ്. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക്. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത്? ദേവനാഗരി ലിപി. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത്? ദേവനാഗരി ലിപി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്.
ഇതാരുടെ വാക്കുകളാണ്? DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ഗ്ലാസ് മുറികളിലാണ്. ഇതാരുടെ വാക്കുകളാണ്? DS കോത്താരി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ? BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ BR അംബേദ്കർ. ഗദർ എന്ന പഞ്ചാബി വാക്കിനർത്ഥം? വിപ്ലവം. ഗദ്ദർ എന്ന പഞ്ചാബി വാക്കിനർത്ഥം വിപ്ലവം. 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിഞ്ച് പ്രഭു. 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിഞ്ച് പ്രഭു. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം? 6. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6. ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം? നരേന്ദ്രനാഥ് ദത്ത. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ബൽവന്തറായ് മേത്ത. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്തറായ് മേത്ത. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? സേവനാവകാശ നിയമം. കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? 12 വർഷം. കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? 12 വർഷം. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം? ചെന്തുരുണി. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ചെന്തുരുണി. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? സാന്ത്വനം. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി സാന്ത്വനം. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ? ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത്? ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി? പെരിയാർ. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പെരിയാർ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? AR രാജരാജവർമ്മ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ AR രാജരാജവർമ്മ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി? D ഉദയകുമാർ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി D ഉദയകുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല? എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം? 11. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11. F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം? ശാസ്താംകോട്ട തടാകം. F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം. ഭരണഘടനാ നിർമ്മാണ സഭ
ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. 1 രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നതാര്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. 1 രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നതാര്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി ആര്? MV രാഘവൻ. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി ആര്? MV രാഘവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്? കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് കുമാര ഗുരുദേവൻ. ഹൃദയ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ എണ്ണം 12. ഹൃദയ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ എണ്ണം 12. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആര്? സുമൻ ബെറി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941.